ഗുഡ് മോർണിംഗ്. ക്രേസി കപ്പിൾസിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിൽ പലരും ഒട്ടുമിക്കവരും പറയുന്ന ഒരു പരാതി അല്ലെങ്കിൽ പരിഭവമായിരിക്കും അല്ലെ, ദൈവം എന്താ എന്റെ പ്രാർത്ഥന മാത്രം കേൾക്കാത്തത്, എന്തുമാത്രം കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടും ദൈവത്തിന് എന്താ ഇങ്ങനെ കണ്ണില്ലാതായി പോകുന്നത്, ദൈവം എന്താ ചെവി കേൾക്കില്ലാത്തത്, എന്റെ കാര്യങ്ങൾ മാത്രം എന്താ ഇങ്ങനെ അവഗണിക്കുന്നത്, എന്നോട് മാത്രം എന്താ ദൈവം ഇങ്ങനെ അല്ലെ. നമ്മൾ ഒട്ടുമിക്കവരും തന്നെ പറഞ്ഞിട്ടുണ്ടാവുന്ന ഒരു കാര്യമാണ്. ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് പ്രാർത്ഥനകൾക്ക് ഫലം ലഭിക്കാത്തത്? ചിലതൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നുണ്ട്, പക്ഷെ ചില പ്രാർത്ഥനകൾക്കൊന്നും നമുക്ക് ഫലം കിട്ടുന്നില്ല. അങ്ങനെയുള്ളവർക്ക്, അങ്ങനെ ചിന്തിക്കുന്നവർക്ക് ഒക്കെ ഉള്ളൊരു മറുപടിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. ഞാനും ഇങ്ങനെ തന്നെയായിരുന്നു. പ്രാർത്ഥിക്കുന്നതിന്റെ രീതികള് കാര്യങ്ങളൊന്നും നമ്മൾ ചെറുപ്പം തുടങ്ങി സാധാരണ രീതിയിൽ പറയുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം പറയും. അതുപോലെ തന്നെ നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ളതായിട്ടുള്ള നാമജപങ്ങളും പ്രാർത്ഥനകള് മന്ത്രങ്ങള് ഇതെല്ലാം തന്നെ ഉരുവിടും. പറയാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈശ്വരന്റെ അടുത്ത് പറയും. അത് അമ്പലത്തിൽ ചെന്നിട്ടാണെങ്കിലും വിളക്ക് കൊളുത്തി നാമം ജപിക്കുമ്പോഴാണെങ്കിലും ഒക്കെ ചിലതൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്, ചിലതൊന്നും ലഭിക്കുന്നില്ലാതെയും പോകുന്നുണ്ട്. പിന്നീട് ലോ ഓഫ് അട്രാക്ഷൻ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഞാൻ അറിഞ്ഞ് പഠിച്ചു വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ തന്നെയാണ് പല മിസ്റ്റേക്കുകളും വരുത്തിയിരിക്കുന്നത്. പ്രാർത്ഥിക്കേണ്ടതിനും ഒരു രീതി ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയത് ലോ ഓഫ് അട്രാക്ഷൻ കോഴ്സിൽ ചേർന്ന് പഠിച്ചതിന് ശേഷമാണ്. അപ്പൊ നിങ്ങളുമായിട്ട് അതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അത് ഈ വീഡിയോയിലേക്ക് അതിനായിട്ട് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. നമ്മൾ ഏറ്റവും ആദ്യം തന്നെ എന്താണ് ഈശ്വരൻ, ദൈവം അല്ലെ, ഭഗവാൻ, പല പേരിൽ നമ്മൾ നമ്മൾ വിളിക്കുന്ന ആരാധിക്കുന്ന ആ ഒരു മൂർത്തി എന്ന് പറയുന്നത് എന്താണ് എന്ന് ആദ്യം തന്നെ നമ്മൾ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. അതായത് ശരിക്കും പറഞ്ഞാൽ ദൈവം എന്ന് പറയുന്നത് ഒരു എനർജിയാണ്, ശക്തിയാണ്. ഓക്കെ, നമുക്കറിയാം ഈ ഭൂമി അതിന്റെ അച്ചുതണ്ടിൽ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു നിമിഷത്തേക്ക് ഭൂമി അതിന്റെ കറക്കം ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, ആ കറങ്ങുന്നത് ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാലത്തെ അവസ്ഥ എന്ന് പറയുന്നത് നിസാരം ഒരു പ്രളയം അല്ലെങ്കിൽ ഒരു ഭൂമികുലുക്കം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ പോലും ഒരു ശക്തിക്കും, അതായത് മനുഷ്യർ എത്ര തന്നെ കൂടിയാലും അതുകൊണ്ടൊന്നും തടഞ്ഞു നിർത്താൻ പറ്റാത്ത ഒരു ശക്തി ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം അല്ലെ, പ്രകൃതി ദുരന്തങ്ങളൊക്കെ വരുമ്പോ. അപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങളില് എന്താ പറയുക, നമ്മുടെ പ്രപഞ്ച ശക്തി എന്ന് പറയുന്ന ഏറ്റവും വലിയ ഒരു എനർജി എന്ന് പറയുന്നതുണ്ട്. ആ എനർജിയെ വിളിക്കുന്ന പേരാണ് ദൈവം, ഈശ്വരൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. പിന്നെ ഈ മതങ്ങളൊക്കെ ആരാ സൃഷ്ടിച്ചത്? മനുഷ്യൻ തന്നെയാണ് അല്ലെ. ഒരു പാട്ടില്ലേ, മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അതാണ്. അപ്പൊ ദൈവം എന്ന് പറയുന്നത് ഒരു ശക്തിയാണ്, ഒരു എനർജിയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. അങ്ങനെയാണ് എങ്കിൽ ഇപ്പൊ നമ്മൾ പറയാണ് ഒരു കാര്യം നമ്മൾ പ്രാർത്ഥിക്കുമ്പോ അല്ലെങ്കിൽ ആരാധിക്കുമ്പോ, നിങ്ങൾ പ്രപഞ്ച ശക്തിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അതൊന്ന് പ്രാർത്ഥിച്ചോളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ മനസ്സിൽ സങ്കല്പിക്കുക? പ്രപഞ്ച ശക്തിയെ നിങ്ങൾ മനസ്സിൽ സങ്കല്പിക്കൂ. ആ ദൈവം എന്ന് പറയുന്ന ശക്തിയെ നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരൂ എന്ന് പറഞ്ഞാൽ നമുക്കൊരു രൂപമില്ല. കാരണം എനർജി എന്ന് പറയുന്നതിന് എന്തില്ല, ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു ഷേപ്പോ രൂപമോ ഒന്നുമില്ല. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം എന്ന് പറഞ്ഞ് നമ്മൾ ആരാധിക്കുന്നുവെങ്കിൽ നമുക്ക് എന്ത് വേണം? ഒരു രൂപം അല്ലെ. ആരാധനാമൂർത്തി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അത് വിഷ്വലൈസ് ചെയ്യണം നമ്മളുടെ മനസ്സിൽ. അപ്പൊ അന്ന് തുടങ്ങിയുള്ള ഒരു കാര്യമാണ് ഈ വിഷ്വലൈസേഷന്റെ പവർ എന്ന് പറയുന്നത്. അതാണ് ഓരോ മതത്തിലും നമ്മൾ ഓരോ ആചാര അനുഷ്ഠാനങ്ങളിലും നമ്മൾ ആരാധിക്കുന്ന ആരാധനാമൂർത്തി എന്ന് പറയുന്നതിന് ഓരോരോ രൂപങ്ങളുണ്ട്. ശിവഭഗവാൻ എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണു അല്ലെ, അതുപോലെ ദേവി, ഇതെല്ലാം തന്നെ നമ്മൾ ആരാധിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആ ഒരു രൂപം വരും. കള്ളകൃഷ്ണൻ, ആ ഒരു രൂപം നമ്മുടെ മനസ്സിലേക്ക് വരും. അപ്പോ ഇതെല്ലാം വിഷ്വലൈസേഷൻ പവർ, അതായത് നമ്മൾ ആ രൂപം നമ്മുടെ മനസ്സിലേക്ക് കണ്ടുകൊണ്ട് നമ്മൾ ഒരു കാര്യം നമ്മുടെക്ക് വേണ്ട, നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഒരു കാര്യം പറയേണ്ടതായ ഒരു രീതിയിൽ പറയുകയും കൂടെ ചെയ്യുമ്പോൾ അവിടെ അഫർമേഷൻ ആയി കഴിഞ്ഞു. അപ്പൊ നോക്കിക്കേ, എന്തെല്ലാം കാര്യങ്ങൾ പ്രാർത്ഥനയിൽ വന്നു, വിഷ്വലൈസേഷൻ വന്നു അല്ലെ. രണ്ടാമതിന് വരുന്നത് അഫർമേഷൻ ആണ്. അവിടെയാണ് നമ്മൾ പലരും തെറ്റുവരുത്തുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ഇപ്പൊ ഉദാഹരണത്തിന് ഒരു രോഗാവസ്ഥയാണ് നമുക്ക്, അത് മാറണം എന്നുള്ളതാണെങ്കിൽ നമ്മളിപ്പോ അമ്പലത്തിൽ പോയാലോ
പള്ളിയിൽ പോയാലോ ഒക്കെയും നമ്മൾ അവിടെ ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാനെ ഈ രോഗത്തിൽ നിന്ന് എനിക്കൊരു മുക്തി തരണേ, കുറേ നാളായി ഈ ഒരു രോഗം അലട്ടുന്നു. അപ്പൊ രോഗാവസ്ഥയെ കുറിച്ച് തന്നെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ രോഗശാന്തി തരണേ ഭഗവാനെ എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ രോഗം എന്നുള്ളത് ഒരു 20 മിനിറ്റ് സമയം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ 20 മിനിറ്റും നമ്മൾ പറയുന്നതും ചിന്തിക്കുന്നതും ഈ രോഗാവസ്ഥയെ കുറിച്ച് തന്നെയാണ്. അവിടെയാണ് നമ്മുടെ തെറ്റ്. അതുപോലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അലട്ടുന്നുണ്ടെങ്കിൽ സാമ്പത്തിക ബാധ്യത, ഈ ബാധ്യത, കടം, സാമ്പത്തിക ബുദ്ധിമുട്ട്, പിരിമുറുക്കം, ഈ കാര്യങ്ങളെ കുറിച്ചാണ് നമ്മുടെ മനസ്സിലേക്ക് വരിക. കാരണം പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പറയില്ലേ, മനസ്സറിഞ്ഞ് നമ്മൾ കരഞ്ഞ് പ്രാർത്ഥിക്കുക എന്ന് പറയും. ഈ കരഞ്ഞ് പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് ആ ഫീല് മുഴുവൻ കൊടുക്കുകയാണ്. ഇപ്പൊ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ മുഴുവൻ സങ്കടവും ആവാഹിച്ചുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ വീണ്ടും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ സംഭവിക്കുന്നത്. വിഷ്വലൈസേഷൻ ഒക്കെയാണ്, ഫീലിങ്സ് ഒക്കെയാണ്, പക്ഷെ പറയുന്ന കാര്യത്തിൽ മാത്രം നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആയി പോയി എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ നമ്മൾ എങ്ങനെ വേണം പ്രാർത്ഥിക്കാനായിട്ട്? അതായത് രോഗശാന്തിക്കാണ് എങ്കിൽ നമുക്ക് ആരോഗ്യവതി ആയിരിക്കുന്നതിന്, അല്ലെങ്കിൽ നല്ലൊരു ആരോഗ്യം തന്ന് അനുഗ്രഹിക്കുന്നതിന് നന്ദി ദൈവമേ, നല്ലൊരു ആരോഗ്യവതി ആയിരിക്കാൻ കൂടെ ഉണ്ടാവണേ ഭഗവാനെ എന്നുള്ള രീതിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് എങ്കിൽ ഒന്നുകിൽ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാര്യത്തിൽ നിന്നും എനിക്ക് എത്രയും പെട്ടെന്ന് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് നീങ്ങാൻ സാധിച്ചതിന് നന്ദി എന്നുള്ള രീതിയിൽ പറയാം. അല്ലെങ്കിൽ സമ്പത്തും സമൃദ്ധിയും എനിക്ക് നൽകി അനുഗ്രഹിക്കുന്നതിന് നന്ദി എന്നുള്ള രീതിയിൽ പറയാം, അല്ലെ? വിവാഹം നടക്കേണ്ട കാര്യത്തിനാണെങ്കിൽ അനുയോജ്യമായിട്ടുള്ള നല്ലൊരു പങ്കാളിയെ എനിക്ക് കാണിച്ചു തരുന്നതിന്, അല്ലെങ്കിൽ നല്ലൊരു ബന്ധം വന്നു ചേർന്നതിന് നന്ദി എന്നുള്ള രീതിയിൽ പറയാം. അപ്പൊ ആ രീതിയിൽ പോസിറ്റീവ് അഫർമേഷനും കൂടി ആയി കഴിഞ്ഞപ്പോ 2 കാര്യങ്ങൾ അവിടെ വന്നു. ഒന്ന് വിഷ്വലൈസേഷൻ, 2 അഫർമേഷൻ. ഇനി മൂന്നാമത് ഒരു കാര്യം കൂടി മതി. ആ ഒരു കാര്യം എന്ന് പറയുന്നതാണ് ഫീൽ എന്ന് പറയുന്നത്. ഫീൽ എന്ന് പറയുമ്പോൾ അവിടെ ശ്രദ്ധ കൊടുക്കണം. നമ്മുടെ ഫോക്കസിങ് എങ്ങോട്ടായിരിക്കണം. അതുകൊണ്ടല്ലേ നമ്മള് ഇപ്പൊ വിളക്ക് വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ആണെങ്കിലും നമ്മൾ പറയില്ലേ, ചില ആളുകളില്ലേ, രസകരമാണ്. അതായത് സീരിയലൊക്കെ കണ്ടുകൊണ്ടിരുന്ന് പ്രാർത്ഥിക്കുന്നതായിട്ടുള്ള ആളുകൾ കാണൂ, അല്ലെ? പാവങ്ങള്, അമ്മമാരെ, മുത്തശ്ശിമാരൊക്കെ ചിലപ്പോൾ അങ്ങനെയായിരിക്കും. സീരിയൽ ഒഴിവാക്കാൻ പറ്റില്ല. അപ്പൊ സീരിയൽ അവിടെ വെക്കും, ഇവിടെ ഇരുന്ന് നമഃശിവായ, നാരായണ എല്ലാം ജപിക്കും. പക്ഷെ മനസ്സ് വേറൊന്നും അല്ല, ഒരു നിഷ്കളങ്കമായിട്ട് തന്നെയാണ്. എന്നിരുന്നാൽ പോലും നമ്മുടെ ഫോക്കസിംഗ് എന്ന് പറയുന്നത് ശ്രദ്ധ ശരിക്കും പറഞ്ഞാൽ ആ മന്ത്രജപത്തിലോ പ്രാർത്ഥനയിലേക്കോ പോകണം എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ ക്ഷേത്രങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ അവിടെ എഴുതി വെക്കില്ലേ, ശബ്ദം നാമജപത്തിലൂടെ മാത്രം നിശബ്ദത പാലിക്കുക എന്നൊക്കെ അവിടെ എഴുതി വെച്ചിരിക്കുന്ന. അതുകൊണ്ടാണ് ആ ശ്രദ്ധയും കൂടെ നമുക്ക് വരണം. ആ ഫോക്കസിംഗ് എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന അഫർമേഷനിലേക്ക് വരണം. അപ്പൊ ആ ഫീൽ അവിടെ വരും. ഇത്രയും ആയി കഴിഞ്ഞാൽ 100% ഉറപ്പാണ് നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യം എന്താണോ അത് നടന്നിരിക്കും. അത് നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് സാധിച്ചിരിക്കും. അതിനകത്ത് ഒരു സംശയവും ഇല്ല. ഓക്കെ, അപ്പൊ ഈ പ്രാർത്ഥിക്കേണ്ട രീതിയിൽ ഈ ഒരു കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഇത് പറയുമ്പോൾ ഇപ്പൊ ചെറുപ്പത്തിലൊക്കെ നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴല്ലോ, അന്ന് അങ്ങനെയാണല്ലോ കുട്ടികൾ തമ്മില്, നീ അമ്പലക്കാരിയാണ്, ഞങ്ങള് പള്ളിക്കാരാണ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ അന്ന് അമ്പലം പള്ളി അങ്ങനെ ഉള്ള പറച്ചിലൊക്കെ കുട്ടികളുടെ ഇടയിലുണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ ഒരു തവണ വെറുതെ ഇങ്ങനെ എന്റെ അടുത്ത് ചോദിച്ചൊരു കാര്യമാണ്, എന്റെ ഒരു കൂട്ടുകാരി ചോദിച്ചതാണ് കേട്ടോ. ഞങ്ങളുടെ ഈശോയ്ക്കൊക്കെ മീശയും താടിയുണ്ട്, എന്താ നിങ്ങളുടെ കൃഷ്ണനൊക്കെ അല്ലെങ്കിൽ മഹാവിഷ്ണു ഒക്കെ ക്ലീൻ ഷേവ് ആണല്ലോ എന്നിങ്ങനെ ഒരു തവണ പറഞ്ഞു കേട്ടോ. അപ്പോ അന്ന് എന്ന് വെച്ചാൽ ചെറിയ ക്ലാസ്സിൽ LP UP പഠിക്കുന്ന സമയമാണേ. അപ്പൊ ഞാൻ വീട്ടിൽ ചെന്നിട്ട് അപ്പോഴാണ് ശരിയാണ്. അപ്പൊ ഞാനിങ്ങനെ ചോദിക്കുകയാണ്, അമ്മയുടെ അടുത്ത് ഈ സംശയം ചോദിക്കണത്. അപ്പോഴത്തേക്കും ഭയങ്കര എന്താ പറയണേ, ദേഷ്യപ്പെട്ടുകൊണ്ട് അങ്ങനെയൊന്നും പറയാൻ പാടില്ല, ഭഗവാനാണ്, ഈശ്വരനാണ്, അങ്ങനെയൊന്നും പറയാൻ പാടില്ല, അതൊക്കെ ദോഷമാണ്, പാപമാണ്, ഇനി അങ്ങനെയൊന്നും പറയരുത് കേട്ടോ എന്നൊക്കെ പറയട്ടെ. അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടുന്നില്ല ഇതൊന്നും എന്താണ് എന്നുള്ളത്. കുറച്ച് കഴിഞ്ഞപ്പോ അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൺഡേകളിൽ 10 മണിക്ക് മഹാഭാരതം ഉണ്ടല്ലോ, സീരിയൽ ഉണ്ട്. അപ്പൊ അതൊക്കെ കാണുമ്പോഴാണ് അവർക്കും ഇങ്ങനെ ഓരോ കാര്യങ്ങള് മനസ്സിലായിട്ടുള്ളത്. അപ്പൊ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ ഇപ്പോ ഈ ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെ ചേരുന്നതിന് മുമ്പും എന്റെ മകൻ എന്റെ അടുത്ത് ചോദിച്ചൊരു സംശയമുണ്ട്. അതായത് ഈ പുരാണങ്ങളിലെ ഓരോ കഥാകാര്യങ്ങള് ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഇങ്ങനെ എന്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമാണ്, അമ്മ അപ്പൊ ഇവരൊക്കെ എങ്ങനെയാണ്, ഇവർക്കൊക്കെ അതായത് ഇപ്പൊ എന്റെ ഈ ഒരുക്കം കാര്യങ്ങളും ഇതൊക്കെ കാണുമ്പോ ഇങ്ങനെ ചോദിക്കണാണ്, അപ്പൊ ഈ ദേവിമാർക്കൊക്കെ എങ്ങനെയാ അമ്മ ഈ പട്ടുസാരി മാത്രമേ അവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ, അപ്പൊ അവർക്കൊക്കെ എങ്ങനെയാ ഓർണമെന്റ്സ്, അവിടെ ഷോപ്പൊക്കെ ഉണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെറിയ പ്രായത്തിൽ, ചെറിയ കുട്ടിയായിരിക്കുമ്പോ അവൻ എന്റെ അടുത്ത് ചോദിക്കണതാണ്, അവിടെ ഷോപ്പൊക്കെ ഉണ്ടോ അത് വാങ്ങിക്കാൻ എന്നൊക്കെ ഉള്ളതെന്ന്.
അപ്പോ അന്നും നമുക്കിത് പറഞ്ഞു കൊടുക്കാൻ അറിയുന്നില്ല. ഞാൻ കൊടുത്ത മറുപടി ഇങ്ങനെയാണ്, മോനെ അവരൊക്കെ ദൈവങ്ങളാണ്, അവർക്ക് എന്ത് വിചാരിച്ചാലും അത് അപ്പോൾ തന്നെ അവർക്ക് നേടിയെടുക്കാൻ പറ്റും. അവർ മനുഷ്യരല്ലല്ലോ, ദൈവങ്ങളല്ലേ, ദൈവങ്ങൾക്ക് എന്ത് വേണമെന്ന് വിചാരിച്ചാൽ അത് അപ്പോൾ തന്നെ അവരുടെ കയ്യിൽ കിട്ടും. അപ്പോഴും അവന്റെ മനസ്സിലൊരു സംശയം ഉണ്ടാവും. ഇപ്പൊ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞ് എന്നപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ എന്താണ് ദൈവം. ഞാൻ പറഞ്ഞില്ലേ, ഇതുപോലൊരു ശക്തി, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജിയാണ് ക്ഷേത്രങ്ങളും. അതല്ലേ, പോസിറ്റീവ് ആയിട്ടുള്ള എനർജിയെ എർത്ത് ചെയ്തിരിക്കുന്ന സ്ഥലമാണ് ക്ഷേത്രം എന്ന് പറയുന്നത്. അതുകൊണ്ടല്ലേ നമ്മൾ അവിടെ ഈ പ്രദക്ഷിണം വെക്കുമ്പോൾ പോലും നമ്മൾ പറയില്ല, അമ്പലത്തിലേക്ക് അല്ലെങ്കിൽ ആരാധനാലയങ്ങളിൽ എവിടെയാണെങ്കിലും അല്ലെ, അങ്ങനെ തന്നെയല്ലേ, ചെരുപ്പ് ഊരിയിട്ടിട്ട് നമ്മൾ പോകണമെന്ന് പറഞ്ഞാൽ ശരിക്കും നഗ്നപാതരായിട്ട് നടക്കണം എന്നാണ്. ഭൂമിയിൽ നടക്കുമ്പോൾ, ചെരുപ്പ് കൂടാതെ നടക്കുമ്പോൾ നമ്മുടെ പാദം ഭൂമിയിൽ സ്പർശിക്കുമ്പോൾ ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള എനർജി ഉണ്ട്. ആ എനർജി എന്ന് പറയുന്നത് നമ്മുടെ പാദവും ബ്രെയിനും തമ്മിൽ ഉള്ള കണക്ഷൻ അനുസരിച്ച് പെട്ടെന്ന് അത് ബ്രെയിനിലേക്ക് എത്തുകയും അതിനനുസരിച്ച് നമ്മുടെ നെർവസ് സിസ്റ്റം കംപ്ലീറ്റ്, അതായത് നമ്മുടെ ശരീരത്തിൽ ഉടനീളം ആ പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത് സ്പ്രെഡ് ആവുകയും ചെയ്യും. അങ്ങനെയാണല്ലോ പറയപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പ്രദക്ഷിണം ഒക്കെ വെക്കുമ്പോഴാണെങ്കിലും ആ കാൽപാദം നമ്മൾ അതില് ഉറച്ച് നമ്മൾ ആ നടന്ന് പ്രദക്ഷിണം ഒക്കെ ചെയ്യുമ്പോൾ ആ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജിയാണ് നമ്മളിലേക്ക് വരുന്നത്. അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പോയി പ്രാർത്ഥിക്കുന്നതിന്റെ. പിന്നെ ചോദിക്കുന്ന ഒരു സംശയം ഇതാണ്, പ്രാർത്ഥിക്കാൻ പ്രത്യേകിച്ച് സമയം വേണോ? അതായത് രാവിലെ അല്ലെങ്കിൽ ഇപ്പൊ സന്ധ്യക്ക്, രാത്രിയിൽ അങ്ങനെയൊക്കെയുള്ള സമയങ്ങൾ നട്ടുച്ചയ്ക്ക് പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥനയ്ക്ക് ഫലം കിട്ടില്ലേ? കിട്ടും. 24 മണിക്കൂറിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് പ്രാർത്ഥിക്കാം, പ്രത്യേകിച്ച് സമയമൊന്നുമില്ല. പക്ഷെ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഈ 3 കാര്യങ്ങൾ, വിഷ്വലൈസേഷൻ, അഫർമേഷൻ, ഫീലിങ്സ്, ഇത് 3ഉം കൂടി നമുക്ക്, അതായത് നമുക്ക് ശ്രദ്ധയെ നമുക്ക് ആ ഒരു കാര്യത്തിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാനായിട്ടുള്ള കഴിവും, അതായത് മെഡിറ്റേഷൻ തന്നെയാണ് ശരിക്കും പറഞ്ഞ ധ്യാനം. ആ ഒരു മെഡിറ്റേഷൻ പോലെ നമ്മുടെ ആ കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യാനായിട്ടുള്ള ഒരു കഴിവും, പിന്നെ ഈ പറയുന്ന അഫർമേഷനും വിഷ്വലൈസേഷനും കൂടി നമുക്ക് 3ഉം കൂടി വരണമെങ്കിൽ ഏറ്റവും നല്ലത് പ്രഭാതത്തിലാണ്. പ്രഭാതത്തിൽ എന്ന് പറയുമ്പോൾ അറിയാലോ, ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള എനർജി ഉള്ള സമയമാണ്. പ്രത്യേകിച്ച് സൂര്യോദയത്തിനൊക്കെ മുമ്പേ തന്നെ ബ്രഹ്മമുഹൂർത്തത്തിലൊക്കെ ഉണർന്ന് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ എന്ന് പറയുന്നത് ഉറങ്ങുന്നതിന് മുമ്പായിട്ട്, അതായത് രാത്രി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇപ്പം അമ്പലങ്ങളിലൊക്കെ ആയാലും അങ്ങനെയല്ലേ, രാവിലെ പിന്നെ സന്ധ്യാസമയത്താണ് ദീപാരാധന കാര്യങ്ങളൊക്കെ. അപ്പൊ ആ ഒരു ടൈം എന്ന് പറയുമ്പോഴത്തേക്കും പ്രകൃതിയിൽ ഇതുപോലെ തന്നെ ഏറെക്കുറെ തിരക്കുകളും കാര്യങ്ങളും ഒക്കെ ഒന്ന് മാറി എല്ലാം ഒന്ന് ഒതുങ്ങി വരുന്ന ഒരു ടൈമാണ്. അപ്പോഴും നമുക്ക് കുറച്ചുകൂടി ആ ഒരു ശ്രദ്ധ കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പൊ ഇതൊക്കെയാണ്, ഈ രീതിയിൽ നമ്മളൊന്ന് പ്രാർത്ഥനയെ സമീപിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരുപാട് മാറ്റങ്ങൾ വരുമെന്ന് തോന്നുന്നു. പക്ഷെ പലരും നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴോ മന്ത്രം ജപിക്കുമ്പോഴോ ഒക്കെ, മന്ത്രം എന്ന് പറയുന്നതിന് എനർജി ഉണ്ട്, നമ്മൾ പറയുന്ന നാമജപത്തിന് എനർജി ഉണ്ട്. കാരണം ശബ്ദങ്ങൾക്ക്, മന്ത്രം എന്ന് പറയുമ്പോൾ ഓരോ ശബ്ദങ്ങളും കൃത്യമായ രീതിയിൽ, ഇപ്പൊ ഓം എന്ന് പറയുമ്പോൾ തന്നെ ആ ഉ അം, ഈ 3 കാര്യങ്ങൾ, ഈ 3ഉം കൂടെ സംയോജിക്കുന്നതാണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു പവർ ഉണ്ട്. അത് ശരിയായ രീതിയിൽ നമ്മൾ പ്രൊനൗൺസ് ചെയ്ത് നമ്മൾ ആ ഒരു മെഡിറ്റേഷൻ എന്ന രീതിയിലേക്ക് ഇരുന്ന് നമ്മുടെ ആരാധനാമൂർത്തി ഏതാണോ, നമ്മളെ ഏത് ദൈവത്തെയാണെങ്കിലും, ഞാൻ പറഞ്ഞല്ലോ ദൈവം എന്ന് പറയുന്നത് ഒരു ശക്തിയാണ്, ഒരു എനർജി ഫോഴ്സ് ആണ്. അതിനെ നമുക്ക് ആരാധിക്കാൻ വേണ്ടിയിട്ടാണ് പല രൂപത്തില് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അല്ലാതെ ഈശ്വരൻ എന്ന് പറയുന്നതിന് ഒരു പ്രത്യേകിച്ച് രൂപമുള്ള ഒരു കാര്യമല്ല. പക്ഷെ ഓരോ മനുഷ്യൻ തന്നെ ഓരോരോ രീതിയിൽ മതങ്ങൾ സൃഷ്ടിച്ചു. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മനുഷ്യർ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മതത്തിന്റെ പേരിലും ഒക്കെ തമ്മിൽ തല്ലിയും വർഗീയതയൊക്കെ ഉണ്ടാക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട് അല്ലെ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. പക്ഷെ ഒരു പ്രശ്നം വന്നു കഴിയുമ്പോഴത്തേക്കും, പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു പ്രകൃതി ദുരന്തം പോലുള്ള ഒരു കാര്യം വന്നു കഴിയുമ്പോഴത്തേക്കും അവിടെ മതമില്ല, ജാതിയില്ല, എല്ലാ ആളുകളും കൂടെ ഒരുമിച്ച് ചേർന്ന് ഒറ്റക്കെട്ടായിട്ട് നിന്ന് അവിടെ അവിടെ സഹായിക്കുകയാണ് പരസ്പരം. ഇതൊക്കെ നമ്മൾ എത്രയോ കണ്ടിട്ടുള്ള കാര്യമാണ്. അത് കഴിഞ്ഞാൽ വീണ്ടും പഴയ പോലെ തന്നെയാകും. അപ്പൊ അതല്ല നമ്മുടെ ടോപ്പിക്ക് എന്തുകൊണ്ടാണ് പ്രാർത്ഥനയ്ക്ക് ഫലം ലഭിക്കാത്തത്, എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതിന്റെ ശരിയായ രീതി ഇത്ര മാത്രമേ ഉള്ളൂ. വിഷ്വലൈസേഷൻ ശരിയായ രീതിയിൽ നമുക്ക് ആ ഒരു ഭഗവാന്റെ രൂപവും മനസ്സിലേക്ക് വരണം. നമ്മൾ പറയുന്ന അഫർമേഷൻ, പോസിറ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ മനസ്സിലേക്ക് വരണം. ഇപ്പൊ സമ്പൽ സമൃദ്ധി തന്ന് അനുഗ്രഹിക്കണേ ഭഗവാനെ എന്ന് പറയുമ്പോൾ അത് ഏത് ഈശ്വരനോടാണോ പറയണേ, ആ ഈശ്വരന്റെ രൂപം മനസ്സിൽ വന്നു. ആ സമ്പൽ സമൃദ്ധി എന്ന് പറയുന്ന ഒരു കാര്യത്തെ കുറിച്ച് മനസ്സിലേക്ക് വന്നു.
അല്ലെ? അതിനോടൊപ്പം ആ ഫീലിങ്സ്, ആ ഒരു ഫോക്കസ് എന്ന് പറയുന്നത് അതിലേക്ക് കൊടുത്തു കഴിഞ്ഞു. ഈ രീതിയിൽ നമ്മൾ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കൂ. തീർച്ചയായിട്ടും എല്ലാവരുടെയും പ്രാർത്ഥനകൾക്ക് ഫലമുണ്ടാകും. അല്ലാതെ ഈ പറയുന്ന ഈശ്വരന് ചെവി കേൾക്കില്ലേ, കണ്ണ് കാണില്ലേ എന്നൊക്കെ ചോദിച്ചാൽ, ഈ ഈശ്വരൻ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള എനർജിയാണ്. ആ ഒരു പോസിറ്റീവ് എനർജിയെ നമ്മളിലേക്ക് എന്താ പറയാ, ആവാഹിക്കുക എന്നൊക്കെ പറയില്ലേ, ആ പോസിറ്റീവ് എനർജിയോടെ നമ്മുടെ തന്നെ സബ് കോൺഷ്യസ് മൈൻഡിനോടാ നമ്മൾ ഇതൊക്കെ പറയുക. അപ്പൊ കേൾക്കുന്നില്ലേന്ന് ചോദിച്ചാൽ നമ്മൾ തന്നെയാണ് ഇത് കേൾക്കേണ്ടത്. കാണുന്നില്ലേന്ന് ചോദിച്ചാൽ നമ്മുടെ തന്നെ മനസ്സിന്റെ ഉൾക്കണ്ണ് തുറന്നാണ് നമ്മൾ ഇത് കാണേണ്ടത്. അല്ലാതെ ഒരു ദൈവത്തിനും ചെവി കണ്ണ് എന്ന് പറഞ്ഞാൽ, ദൈവം എന്ന് പറയുന്നത് വീണ്ടും വീണ്ടും ഞാൻ പറയുന്നു, അതൊരു എനർജിയാണ്, അതൊരു പ്രപഞ്ച ശക്തിയാണ്. ഒരു എനർജി എന്ന് പറയുന്നതിനൊരു ഷേപ്പില്ല, അതിനൊരു രൂപമില്ല. അപ്പൊ നമ്മൾക്ക് എങ്ങനെയാണ് പിന്നെ അവര് ചെവി കേൾക്കില്ലേ, കണ്ണ് കാണില്ലേ എന്നൊക്കെ ചോദിക്കുന്നതിൽ എന്താണ് അർത്ഥമുള്ളത്? അപ്പൊ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇനി തുടങ്ങി നമുക്ക് ഈ രീതിയിൽ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കാം, അല്ലെ? ഒരുപാട് നല്ല പ്രാർത്ഥനകളൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാവരും അവരവരുടെ പിന്നെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പൊ ഈ പറയുന്ന ഹോപ്പനോ പ്രെയർ, ഗ്രീൻ താര മന്ത്ര, റെഡ് താര മന്ത്ര, ഇതൊക്കെ ഉണ്ട് കേട്ടോ. അതിനെക്കുറിച്ചൊക്കെയുള്ള വീഡിയോ ചെയ്യാം ഉടനെ തന്നെ. വളരെ പവർഫുൾ ആയിട്ടുള്ള മന്ത്രങ്ങളാണ് അതെല്ലാം. പിന്നെ നമ്മൾ ഓരോ മതാചാര പ്രകാരം നമ്മുടേതായ പ്രാർത്ഥനാ രീതികൾ ഉണ്ടാവുമല്ലോ. സന്ധ്യാസമയത്ത് നമ്മൾ വിളക്ക് വെച്ചിട്ട്, ബ്രഹ്മമുഹൂർത്തത്തിൽ നമ്മൾ വിളക്ക് വെച്ചിട്ട് പ്രാർത്ഥിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ നമ്മൾ ചെയ്യാം. പിന്നെ എപ്പോഴും ഇതിനെല്ലാം പുറമെ ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക, നന്ദിയുള്ളവരായിരിക്കുക, അതെപ്പോഴും മനസ്സിലുണ്ടാവുക കേട്ടോ. ഉറപ്പായിട്ടും എല്ലാവരുടെയും പ്രാർത്ഥനകൾക്ക് ഫലം ഉണ്ടാവും. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം. ഇവിടെയൊക്കെ ഇപ്പോൾ വൈകുന്നേരത്തെ സമയത്ത് നല്ല ഇടിയും മഴയൊക്കെ ഉണ്ട്. ഇടി കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. മഴയും ഉണ്ടായിരുന്നു, അതെല്ലാം മാറിയതിന് ശേഷമാണ്, സന്ധ്യാപ്രാർത്ഥനയൊക്കെ ചൊല്ലിയതിന് ശേഷമാണ് ഇപ്പൊ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം. അപ്പൊ ഞാൻ ആ സന്ധ്യാസമയത്തെ പ്രാർത്ഥിച്ചപ്പോഴാണ് ഈ പ്രാർത്ഥനയുടെ കാര്യം എൻ്റെ മനസ്സിലേക്ക് വന്നത് കേട്ടോ. അതാണ് ഞാൻ വേഗം വന്നിട്ട് അങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.